ഹലോ ഗൈസ്, അപ്പോൾ വിച്ചൂസ് കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കയ്യിൽ അന്നത്തെ ക്ലാസിക് റൈസ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളത് വെച്ചിട്ടൊരു ചെറിയൊരു നെട്ടിക്കൽ ഗീ റൈസ് ആൻഡ് കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക്, കുറച്ച് ഉള്ളി, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ക്യൂബായിട്ട് സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ആദ്യം നമുക്കൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അതുപോലെ തക്കാളിയും നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പം നമ്മൾ ആദ്യം പച്ചമുളക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ ഉള്ളി നമ്മൾ പേസ്റ്റാക്കി എടുത്തു. അങ്ങനെ ഓരോന്നും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം നമ്മൾ പേസ്റ്റാക്കി എടുത്തു. തക്കാളിയും നമ്മൾ പേസ്റ്റാക്കി എടുത്തു. ഇഞ്ചി, ഇതെല്ലാം നമ്മൾ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഓരോന്നും നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിപ്പോൾ ടൊമാറ്റോ സോസും ടൊമാറ്റോ പ്യൂരിയും അതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ എല്ലാ പ്യൂരീസും നമ്മളിവിടെ റെഡിയാക്കി. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഗ്രീൻ ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ്, അങ്ങനെ എല്ലാം നമ്മുടെ ചെറിയ ഉള്ളി പേസ്റ്റ് ഇതെല്ലാം നമ്മൾ പേസ്റ്റാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമ്മളൊരു പാൻ എടുത്തു. ആ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ സവാള നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ആദ്യം ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോഴാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ക്യൂബായിട്ട് വെച്ചിരിക്കുന്ന സവോള ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സവോള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സവോള ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം അതൊന്ന് വാടി വരണം, എന്നാലേ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് നമ്മുടെ സവാള എല്ലാം ഒന്ന് വാടി വരും. അപ്പോൾ ഓയിൽ പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഏകദേശം നമ്മളുടെ ആ ഒരു സവോള വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ പേസ്റ്റുകളും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഗാർലിക്കാണ് ആദ്യം ആഡ് ചെയ്തത്. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം, അത് പ്രശ്നമില്ല. അപ്പം ഞാൻ ഗാർലിക്കൊന്ന് ആഡ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ജിഞ്ചറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജിഞ്ചർ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക്
നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പേസ്റ്റും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്ക് ഗ്രേവി ഫോമിലേക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് പേസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളകിൻ്റെ പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ച് നമ്മുടെ കറിക്കൊരു യെല്ലോയിഷ് ടിഞ്ച് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിൽ മഞ്ഞൾ കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഓവറായിട്ട് ആഡ് ചെയ്യരുത്. എന്നാലും അത്യാവശ്യം മഞ്ഞൾ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ആഡ് ചെയ്യാം. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് മസാലപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ. അപ്പം നമ്മളിപ്പം ആഡ് ചെയ്തത് മസാലപ്പൊടിയാണ്, ഗരം മസാല. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച നമ്മുടെ ടൊമാറ്റോ പ്യൂരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ടൊമാറ്റോൻ്റെ പച്ചമണം മാറുന്നത് വരെ കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇങ്ങനെ ഇതെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ ഒന്ന് ആ മസാലയിലൊന്ന് പുരട്ടിയെടുക്കാവുന്നതാണ്.
അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ പീസാക്കി എടുത്ത് വാഷ് ചെയ്തെടുത്ത ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ പീസസായിട്ട് ചിക്കൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാ ചിക്കനും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ എല്ലാം അതിലേക്ക് നമ്മൾ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ വേകാനുള്ള വെള്ളം നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത്. നമുക്ക് പോരാത്ത ഉപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഉപ്പ് കുറച്ച് വേണമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കനിലേക്കൊക്കെ ആ ഒരു ഉപ്പ് പിടിക്കുക, അല്ലെങ്കിൽ ചിക്കനൊരു പച്ച ഒരു ചുവയായിരിക്കും. അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് കുറച്ച് വെള്ളവും കൂടി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ആ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനുള്ള ആ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് അതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പം ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു. ഞാനതിനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. അപ്പം നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. അപ്പം നമ്മളൊരു ഇവിടെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണത്. നമ്മൾ നല്ല വെയിറ്റാണ് ആ ചട്ടിക്കെങ്കിലും അതിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാറ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു അതിൽ ഫ്രൈ ചെയ്യാനായിട്ട്, ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ടിട്ട്. പിന്നെ ഇപ്പോൾ അത് യൂസ്ഡായി, ഇപ്പം അതിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാറ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ പീസസായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നേരം നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും കുറച്ച് തൈരും കൂടിയിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കുറച്ച് ടൈം അതിനെ മാറ്റി വെച്ചിരുന്നു. ഇനി അതാണ് നമ്മളെടുത്ത് ഫ്രൈ ആക്കുന്നത്. അപ്പം നമ്മൾ ഓയിലിലേക്ക് നമ്മൾ ഈ ഒരു ചട്ടിയിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ആകെയുള്ളൊരു അഡ്വാൻറ്റേജ് ഈ ഒരു ചട്ടിയുടെ. നല്ല വെയിറ്റാണ്, നമുക്കത് പൊക്കിയത് വാഷ് ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എങ്കിലും ആ ഒരു പാനിലേക്ക് തന്നെ ഞാനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ മാക്സിമം അതിൽ ഫില്ലാക്കാറുണ്ട്. കാരണം നമുക്ക് ഒറ്റയടിക്ക് പണി കഴിഞ്ഞ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെയാണ് ഫ്രൈ ചെയ്ത് എടുക്കാറ്. അപ്പോൾ അങ്ങനെ ചിക്കൻ ഇപ്പോൾ സൈഡിൽ നമ്മൾ വേവിക്കാനും വെച്ചിട്ടുണ്ട്, നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുമുണ്ട്. നമ്മുടെ ചിക്കൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് വെന്ത് വരണം. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഒരു ചാറിൽ ഞാൻ അതിൻ്റെ ഉപ്പ് നോക്കുന്നുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പോരാത്ത ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അപ്പം ഞാൻ വീണ്ടും അടച്ച് വെച്ച് അതിനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം മമ്മിയുടെ വൈനാണിത്. ആ വൈൻ ഞാനൊന്ന് സൈഡായിട്ട് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ തിളച്ച് വരുന്നപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ ഫ്രൈ
ഏകദേശം ഫ്രൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ട്രിപ്പിലിട്ട അത്രയും ചിക്കൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടില്ല ഗൈസ്. അപ്പോഴാണ് കള്ളനെ നമുക്ക് പിടികിട്ടിയത്. ഓൺ ദ സ്ക്രീൻ ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ കുറുമ ഇവിടെ ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് പറ്റിച്ചെടുക്കണം. അത്യാവശ്യം ഒരു സെമി ഗ്രേവി ഫോമിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കതിനൊന്ന് ഡ്രൈ മീൻസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ട്രിപ്പ് കൊണ്ട് നമ്മുടെ ഫ്രൈഡ് പരിപാടി നമ്മൾ കഴിഞ്ഞു. കാരണം മാക്സിമം ചിക്കൻ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചേ ഫ്രൈ ചെയ്തുള്ളൂ, കാരണം ചിക്കൻ കറി ഉള്ളത് കൊണ്ടിട്ട് ചിക്കൻ ഫ്രൈ കുറച്ച് ചെയ്തുള്ളൂ. അങ്ങനെ നമ്മുടെ കുറുമ ഏകദേശം ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ കറി റെഡിയായെന്ന് പറയാം. അപ്പോൾ ആ ഒരു തിക്ക് ഫോമിലേക്ക് നമ്മളുടെ കറി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരുവം നമുക്ക് അത് കുറച്ച് നേരം സെറ്റായി വരുമ്പോൾ കുറച്ച് നേരം നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ കുറച്ചുകൂടി അത് തിക്കാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കുറുമ റെഡിയായി. നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റൈസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ റൈസ് കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് വയ്ക്കുന്ന ഈ കുക്കറിൻ്റെ അകത്താണ്, ഈ ഒരു തെർമൽ കുക്കറിലാണ് നമ്മൾ വയ്ക്കാറ്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തു, അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മുടെ റൈസിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോ എന്നുള്ളത്. ആവശ്യത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ വെള്ളം തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ജോസേട്ടൻ ദേ വന്ന് നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കള്ളനെ പിടികെട്ടി ജോസേട്ടനാണ് വന്ന് അത് കാലിയാക്കിയത് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മളുടെ ഈ വെള്ളത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ റൈസ് കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന സ്പൈസസ്. നമ്മൾ ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക, പിന്നെ പട്ട, കുരുമുളക്, ഇതൊക്കെ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ സെറ്റായി. ഇനി നമുക്ക് റൈസ് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡായിട്ട് നമ്മളുടെ റൈസിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സവാളയെല്ലാം. അത് നമുക്ക് ഈ ചട്ടിയിലിട്ടൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അതിലേക്ക് ഞാൻ സവോള ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ സവോള നമ്മൾ ഉപ്പിടാതെയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. നമുക്കത് റോസ്റ്റ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ സവാള നമ്മൾ ഓയിൽ ആവശ്യത്തിൽ ഏറിയ ഓയിൽ ഒഴിക്കണം. ഇത് ഡിപ്പാവുന്ന അത്രയും ഓയിൽ ഒഴിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വെളിച്ചെണ്ണയുടെ റേറ്റ് ഓർത്തപ്പോൾ അത്രയും ഒഴിക്കാൻ തോന്നിയില്ല. അപ്പം ഞാനതുകൊണ്ട് കുറച്ചേ ഒഴിച്ചുള്ളൂ. അപ്പം ഞാൻ ആവശ്യത്തിന് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങളുടെ വീട്ടിലെല്ലാം നമ്മളത് ഡിപ്പാവുന്നത് വരെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാറാണ് പതിവ്. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് അതിനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമുക്ക് റൈസ് കഴുകി എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ത്യ ഗേറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ് ഇന്ത്യ ഗേറ്റ്. നമ്മൾക്ക് അരിയെല്ലാം നല്ല ഒറ്റ ഇതായിട്ട് വിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള റൈസ് കിട്ടും നമുക്ക്. അത്യാവശ്യം നീളമുള്ള റൈസുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞങ്ങൾ പൊതുവേ ഇന്ത്യ ഗേറ്റാണ് യൂസ് ചെയ്യാറ്. നമ്മൾ എന്നിട്ട് അരി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും അത് വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുകയും വേണം. അല്ലെങ്കിൽ അത് വെന്ത് പോവും. അപ്പം നമ്മൾ ഇടയ്ക്ക് നോക്കണം. അരി ഒറ്റയായിട്ടാണോ അത് വെന്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ജോസേട്ടൻ സാലഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സാലഡിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജോസേട്ടൻ സാലഡ് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ സവാള ഇവിടെ ഏകദേശം ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ റൈസ് കൂടി നമുക്കൊന്ന് നോക്കണം വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ റൈസ് ആകാറായിട്ടുണ്ട്. നമ്മളിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ജോസേട്ടനെ കൊണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം സെറ്റായി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഒരു 2 മിനിറ്റ് കൂടി വെച്ചിട്ട് അതിനെ ഞാൻ അടച്ചെടുത്തു. ഞങ്ങൾക്ക് അടയ്ക്കാനായിട്ടൊരു പാത്രമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ അടച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതുപോലെ കാഷ്യൂനട്ടും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസും എല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നെയ്യിലിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തൽക്കാലം ബാക്കി വന്ന ഓയിലിലേക്ക് തന്നെയാണ് ആഡ് ചെയ്തത്. അപ്പം ആ ഓയിൽ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തു. കാഷ്യൂനട്ടും നമ്മുടെ കിസ്മിസും എല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തു.
അപ്പോൾ നമ്മുടെ റോസ്റ്റിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് റൈസിനെ നമ്മൾ വാർത്ത് വെച്ചത് അല്ലെങ്കിൽ അടച്ചിട്ടത് നമുക്ക് ഇനി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. നമ്മൾ ചട്ടി ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ RKG ആണ് നമ്മളുടെ ഗീ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഗീ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ RKG തന്നെയാണ് ഞങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെയർ ഓഫ് റൈസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലെയർ ഓഫ് റൈസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചെല്ലാം നമ്മൾ അതിന് മുകളിലേക്ക് ഓരോ ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് സവാളയും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നെക്സ്റ്റ് ലെയർ ഓഫ് റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് RKG ഇടുന്നുണ്ട്. അങ്ങനെ ഓരോ ലെയർ റൈസും ഗാർണിഷിങ് എല്ലാം ചെയ്ത് അങ്ങനെ നമ്മൾ റൈസ് നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ നെക്സ്റ്റ് ലെയർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബിരിയാണി അല്ല നമ്മളുടെ ഗീ റൈസ് വിത്ത് കുർമ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫുള്ളും ഗാർണിഷൊക്കെ ചെയ്തു. അങ്ങനെ റൈസ് ലെയറായിട്ട് നമ്മൾ റൈസ് എല്ലാം ആഡ് ചെയ്തു. നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഫുൾ റൈസ് നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞു. നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഗീ ഒഴിച്ചു. നമ്മൾ വീണ്ടും ലെയറായിട്ടെല്ലാം സെറ്റാക്കി എടുത്തു. അപ്പം അങ്ങനെ നമ്മളുടെ റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാനും ഉണ്ടാക്കി ഗീ റൈസും അതുപോലെ കുറുമക്കറിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിന് നെട്ടിക്കൽ എന്ന പേര് കൊടുത്തത്. വേറൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് നെട്ടിക്കലായി. നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് നട്ട്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് രാത്രി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളുടെ കറിയും കുറുമക്കറിയും അതുപോലെ നമ്മളുടെ ഗീ റൈസും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇറ്റ് ഈസ് റെഡി ടു സെർവ്. പിന്നെ നമുക്കിതിന് സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഇവിടെ ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്